നമസ്കാരം. പ്രേമരാജൻ മുന്നാട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള പുതിയ പരിപാടി, CJPയെ എതിർക്കുന്നവരെല്ലാം സംഘികൾ, അവർ സംഘിയായി മാറ്റും. അത് എന്താ പറയേണ്ടത്, എല്ലാ ആളുകളും അങ്ങനെയാണ് കാണുന്നത്. ഇടതുപക്ഷത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ ആ CJPയെ എതിർക്കുന്നവരെ സംഘിച്ചപ്പ കുത്തുന്നുണ്ട്. BJPയെ എതിർക്കുന്നവരെ പാകിസ്ഥാനിലേക്കും വിടുന്നുണ്ട്. അപ്പോൾ BJPയെ എതിർക്കുന്നവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം, അത് അവരുടെ രീതി. CJPയെ എതിർക്കുന്നവരെല്ലാം സംഘികളും. എന്താ ചെയ്യുക? അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, നിർഭയം അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയാണിത്. അല്ല, അതും ഒരു അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇതുവരെയും CJPയെ അംഗീകരിച്ചിട്ടില്ല, പാർട്ടിയെ എനിക്ക് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്നലത്തെ സമര വിജയം അത് പാർട്ടിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പാർട്ടി അവരുടെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നേടിയെടുത്ത നേട്ടം തന്നെ. പക്ഷേ ആ നേട്ടത്തെ കുമ്മനടിക്കുന്ന കുറേ ആളുകളുണ്ട്. ആ നേട്ടത്തിൻ്റെ എന്താ പറയേണ്ടത്, ക്രെഡിറ്റ് തട്ടിയെടുക്കുക. ലാസ്റ്റ് ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞു ആ ക്രെഡിറ്റ് നമുക്ക് വേണ്ടാന്ന്. പക്ഷെങ്കിൽ അപ്പോൾ നിങ്ങൾ പരാജയമാണ്, നിങ്ങൾ ഈ രാജ്യത്തിന് പ്രതിപക്ഷം പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ബേബി പറഞ്ഞു SFI സമരരംഗത്ത് പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ DYFIയും SFI എല്ലാം പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതെല്ലാം അവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ട് അവരെ പിന്തുണക്കുമ്പോൾ ആ സമരവേദിയിലേക്ക് SFIയുടെ DYFIയുടെ കൊടിയും കൊണ്ട് പോകാൻ പറ്റിയില്ല? അവിടെ എന്തുകൊണ്ട് ആ കൊടി ഉപയോഗിച്ചിട്ടില്ല? അത് നമ്മുടെ സിമ്പിളല്ലേ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടീൻ്റെ സിമ്പിളല്ലേ? മുമ്പ് DYFIയുടെ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത്, മേഖലാ സമ്മേളനത്തിലും ബ്ലോക്ക് സമ്മേളനത്തിലും ഒക്കെ DYFIക്കാർ അതുപോലെ തന്നെ ക്യാമ്പുകളിലൊക്കെ ക്ലാസ് എടുത്തത് നമ്മുടെ നാടുകളിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലയൺസ്, അതുപോലെ തന്നെ കടുവ, പിന്നെ ഇങ്ങനെ ഓരോ KKT ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ കൂട്ടങ്ങളുണ്ടായിരുന്നു യുവാക്കളിൽ. ഒരു ട്രെൻഡായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ അത് IPLലേക്ക് മാറി. അപ്പോൾ ആ സമയത്ത് പറഞ്ഞതാണ്, അത്തരം ആളുകളെ അത്തരം കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അത് അരാഷ്ട്രീയവൽക്കരണമാണ്, അരാഷ്ട്രീയവാദികളാണെന്ന്. അങ്ങനെയെങ്കിൽ ഈ കോക്ക പാർട്ടി, ഈ പാർട്ടികളും അരാഷ്ട്രീയവാദികളും ഒരു കൂട്ടായ്മയുമല്ലേ? പിന്നെ എന്തിന് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനങ്ങൾ അവരെ പിന്തുണച്ചു? അവർ പറഞ്ഞു അത് ജെനുവിനാണ്, അവർ ഉയർത്തിയ വിഷയം വളരെ ഗൗരവമുള്ളതാണ്, ആവശ്യമായതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ആവശ്യമായ വിഷയം, ഇങ്ങനെ ഒരു ആവശ്യമായൊരു വിഷയം ഈ രാജ്യത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി? ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് മനസ്സിലായി, പക്ഷേങ്കിൽ 100 വർഷം പ്രായമുള്ള, 50 വർഷം പ്രായമുള്ള മനുഷ്യന് എന്തുകൊണ്ട് മനസ്സിലായിട്ടില്ല? ആളുകൾക്ക് എന്തുകൊണ്ട് മനസ്സിലായിട്ടില്ല? എന്നിട്ട് പിന്നീട് അവരെ പിന്തുണക്കുമ്പോൾ അത് നിങ്ങളുടെ പരാജയമാണ്. അപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായാലും മറ്റു രാഷ്ട്രീയ പാർട്ടിയായാലും, പാർട്ടികളെ പിന്തുണച്ചു എന്നതുകൊണ്ട് ഞാൻ പിന്തുണക്കണമെന്നില്ല. അവർ പിന്തുണക്കുന്ന എല്ലാവരും പിന്തുണക്കണം എന്ന് വാശി പിടിക്കുന്നത് തെറ്റാണ്. അവരെ സംഘിച്ചാപ്പ കുത്തുന്നത്, സംഘി മനസ്സ് കുത്തുന്നത്, നിർഭയം അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിനെ എന്താ പറയേണ്ടത്, കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സംഘിയാണ് എന്നൊക്കെ പറഞ്ഞ് ആളെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേക ഒരു രീതിയാണ്. ഒരു ഹിന്ദു നാമധാരിയായ ഒരാൾ ഒരു സംഘപരിവാറുകാരനുമായിട്ട് സൗഹാർദ്ദമോ ബിസിനസ്സോ പിന്നെ എന്തെങ്കിലും ഒരു അരമണിക്കൂർ സംസാരിക്കുകയോ ചെയ്താൽ അവൻ സംഘി. മുസ്ലിം നാമധാരിയായ ഒരാൾ ഒരു SDPIക്കാരനുമായിട്ട് സംസാരിച്ചാൽ പിന്നെ അവൻ സുഡാപ്പി. എന്താണ് ഇലക്ഷനിൽ പരാജയപ്പെടുമ്പോഴേക്കും മതന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രീകരണം, കൺസോളിഡേഷൻ. എന്തിനാണ് അങ്ങനെ? എന്തുകൊണ്ട് ഈ നാട്ടിൽ ആളുകളുമായിട്ട് സൗഹാർദ്ദം പങ്കിട്ടതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അവൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനായി മാറുകയാണോ? ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷം കുറേ സ്ഥാനാർത്ഥികളെ നിർത്തി. ആ സമയത്ത് എല്ലാവരും എതിർത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ സംസ്ഥാന നേതാക്കളും അഖിലേന്ത്യാ നേതാക്കളും അവർക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവർ പരാജയപ്പെട്ടപ്പോൾ ആ തീരുമാനത്തിൽ നമുക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ
ആ കാലഘട്ടത്തിൽ അവരെടുത്ത തീരുമാനത്തിന് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടോ? അവരെ എതിർത്ത ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിട്ടില്ലേ? അതുപോലെ ഈ വിഷയത്തിൽ എല്ലാവരും ഒന്നും CJPയെ CPIM സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ CPMകാരനും അവർ പറഞ്ഞ ആ വിഷയത്തെ അംഗീകരിക്കുന്നൊന്നുമില്ല. അതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പാർട്ടി മെമ്പർമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവർ പറഞ്ഞത് CJP അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഇങ്ങനെ അവിടെ ഇവിടെ രാജ്യത്ത് ഉയർന്നു വരുന്ന രാഷ്ട്രീയവാദികളായ ഒരു കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിച്ചാൽ ഇന്ന് ഈ സമരം വിജയിച്ചു എന്ന് വരാം. പക്ഷേ നാളുകളിൽ ഉണ്ടാവാൻ പോകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചും കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകില്ലേ? നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ആളുകൾ പോയി നമ്മുടെ കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോകില്ലേ? അതിനെ തടയേണ്ടതല്ലേ? കേന്ദ്രത്തിൽ ഇപ്പോൾ ഇന്നലെ കുറേ ആളുകൾ സമരം വിജയിച്ചപ്പോൾ യുവതയുടെ വിജയം, ഞങ്ങളുടെ വിജയം എന്നൊക്കെ പറഞ്ഞ് റഹീമൊക്കെ ഭരണഘടനയൊക്കെ ഉയർത്തിയിട്ട് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ സമരത്തിൽ കേന്ദ്ര നേതൃത്വം, കേന്ദ്ര മന്ത്രിമാരോ ഭരണകൂടമോ ഏതെങ്കിലും ഇവിടുത്തെ ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് പ്രതിപക്ഷ നേതാവുമായിട്ടോ ചർച്ച നടത്തുകയോ അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പിന്നെന്തിനാ എല്ലാവരും ഭയങ്കര ആഘോഷം, രാജ്യം മൊത്തം ആഘോഷിക്കുന്നത്? അത് തന്നെയാണ് പരാജയം. തീർത്ത് പരാജയമല്ലേ അത്? എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ അവർ സമരത്തിനുണ്ടായിരുന്നു. പണ്ട് നാസർ കോളായിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ പരിഷ്കരണം നടത്തുമ്പോൾ ലീഗ് ഉണ്ടായിനി എന്നെല്ലാം പറഞ്ഞിട്ട് ലീഗുകാരെ പരിഹസിച്ചുകൊണ്ട്. അങ്ങനെ പറയാൻ വേണ്ടി ഇപ്പം നിങ്ങളും ഉണ്ടായിനി എന്ന് പറയേണ്ട അവസ്ഥയിലല്ലേ എത്തിയത്? എന്തുകൊണ്ട് ഈ രാജ്യത്തെ SFIക്കും DYFIക്കും ഇത് വിദ്യാർത്ഥികളുടെ വിഷയമാണ്, യുവജനങ്ങളുടെ വിഷയമാണെങ്കിൽ ഏറ്റെടുത്ത് ഇതുപോലെ ഒരു വലിയൊരു പ്രക്ഷോഭം നടത്താൻ വേണ്ടി പറ്റിയില്ല? അത് CJP നടത്തേണ്ടി വന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇത്രയും കാലം വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടി പരാജയമാണെന്ന് പറഞ്ഞാൽ, അവർക്ക് പരാജയം സംഭവിച്ചെന്ന് അവർ സമ്മതിച്ചാൽ ഞാൻ CJPയെ പിന്തുണക്കാം. എന്തായാലും CJPയെ പിന്തുണക്കാനും BJPയെ പിന്തുണക്കാനും ഈ ആയുസിൽ ഞാനില്ല. ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊരു മാറി മറ്റൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലാണ്ട് ഒരിക്കലും BJP ആയിട്ടോ CJP ആയിട്ടോ ഇവിടുത്തെ വർഗീയ രാഷ്ട്രീയ പാർട്ടികളായിട്ടോ സമവായത്തിനോ അംഗീകരിക്കാനോ ഒന്നിനുമില്ല. പക്ഷേ ഇപ്പോൾ ഉടലെടുത്ത CJPയുടെ ഭാവി എന്താ പറയേണ്ടത്, ഇപ്പോൾ പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടിക്കാർക്കെല്ലാം എതിരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൻ്റെ പേരിൽ എന്നെ ചാപ്പ കുത്തി സംഘിയും അതിനപ്പുറം എന്തുമാക്കിയാലും അത് ഞാൻ അഭിമാനത്തോടെ നേരിടും.